ന്യൂ SCERT പാഠഭാഗത്തിൻ്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2-ലെ ചാപ്റ്റർ 12 ആണ് എടുക്കാൻ പോകുന്നത്. ഏതാണ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. ഈ ഒരു പാഠഭാഗത്തിൽ ചരിത്രശേഷിപ്പുകളും മറ്റ് തെളിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം രചിക്കുന്നത് എങ്ങനെയാണെന്നാണ് വിശദീകരിക്കുന്നത്. ഒരു ചരിത്രക്കുറിപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത്. നമുക്കത് വായിക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം എന്നത്. തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞമെന്ന് സംഘംകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞമെന്ന് ശിലാലിഖിതങ്ങളും മറ്റ് ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാം കേട്ടോ. ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യ രാജാവായ നെടുഞ്ചെഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യ കൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രീനിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് കുറിപ്പ്. അപ്പോൾ ഇത്തരത്തിലൊരു ചരിത്ര കുറിപ്പ് നിർമ്മിക്കുന്നതിന് പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ തുടങ്ങിയവയൊക്കെ സ്രോതസ്സുകളായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം എന്നത്. തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ചരിത്രരചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. ഓരോ തെളിവുകളും ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന. അപ്പോൾ ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചരിത്രം എന്താണ്, പ്രാദേശിക ചരിത്രം എന്താണ്? ഇവിടെ 2 കോളങ്ങളായിട്ട് തന്നിട്ടുണ്ട്, നോക്കാം. ചരിത്രം
വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ചരിത്രം. എന്നാൽ പ്രാദേശിക ചരിത്രം വരുമ്പോൾ ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്ര അന്വേഷണമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ഇനി എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നതാണ് ചരിത്രം. എന്നാൽ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്ര രചനയുടെ ഭാഗമാകുമ്പോഴാണ് പ്രാദേശിക ചരിത്രമായി മാറുന്നത്. ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ ചരിത്രത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങളും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ചരിത്രം കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും പ്രാദേശിക ചരിത്രം കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ചരിത്ര സ്രോതസ്സുകൾ നോക്കുമ്പോൾ വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തവുമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സായാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തവുമായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. അപ്പോൾ ചരിത്ര സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ചരിത്ര സ്രോതസ്സുകൾ ഉൾപ്പെടുന്നത്? പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ ഇവയെല്ലാം തന്നെ ചരിത്ര സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യക്കുറിപ്പുകൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ. പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ശിലാസ്മാരകങ്ങൾ തുടങ്ങിയവ. അതായത് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളാണ് ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ശിലാസ്മാരകങ്ങൾ തുടങ്ങിയവ. ശിലാസ്മാരകങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ നിർമ്മിച്ച് ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കിക്കേ. കുടക്കല്ല്, കുടയുടെ ആകൃതിയിൽ വരുന്ന ഈ ഒരു കല്ല് ഒരു ശിലാസ്മാരകമാണ്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ ഇതെല്ലാം തന്നെ ശിലാസ്മാരകങ്ങൾക്ക് ഉദാഹരണമാണ്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയെല്ലാം തന്നെ കണ്ടില്ലേ, വലിയ ശിലാസ്മാരകങ്ങളാണ്. ഇവയെല്ലാം വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരക ശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സ്മാരക ശിലകളിൽ നിന്നാണ് പഴയ കാലത്തെ ചരിത്രം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ.
ഓക്കെ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ശിലാസ്മാരകങ്ങളിൽ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനൊക്കെയാണ് ഇത്തരത്തിലുള്ള ശിലകൾ അല്ലെങ്കിൽ ശിലാസ്മാരകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നന്നങ്ങാടികൾ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് ഇവ. ഇതിനകത്താണ് ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവ മണ്ണിനടിയിൽ വെച്ച് മൂടും. ഇത്തരത്തിലുള്ള കളിമൺ ഭരണികളെ നന്നങ്ങാടികൾ എന്ന വാക്കുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഗുഹകൾ. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള എവിഡൻസ്, തെളിവുകൾ ലഭിക്കുന്നത് ഗുഹകളിൽ നിന്നും കൂടിയാണ്. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എടക്കൽ ഗുഹയുടെ ചിത്രം. ഇവിടെ ഗുഹയ്ക്ക് നടുക്കായിട്ട് ഒരു ശില, ഒരു കല്ല് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗുഹയുടെ പ്രത്യേകത. ഇവിടെ ചുവരിൽ തന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് പറഞ്ഞത്, ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നവയാണ്. അപ്പോൾ ഗുഹകൾ നമുക്കൊരു ചരിത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹ, ഇടുക്കിയിലെ മറയൂർ, തിരുവനന്തപുരത്തെ ആലങ്ങോട്, കൊല്ലത്തെ കോട്ടുക്കൽ, തെന്മല, കോട്ടുക്കൽ എന്നിവ കൊല്ലം ജില്ലയിൽ എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. എടക്കൽ വയനാട്, മറയൂർ ഇടുക്കി, ആങ്ങോട് തിരുവനന്തപുരം, തെന്മല, കോട്ടുക്കൽ കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അപ്പോൾ ഇത്തരത്തിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള പുരാവസ്തുക്കളെ, ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പും ആണ്. ഓക്കെ, അപ്പോൾ എടക്കൽ ഗുഹ നമ്മൾ കണ്ടു. ഇനി പുരാലിഖിതങ്ങൾ. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. നിർവചനങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം, പുരാലിഖിതങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ ഓലകൾ രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഓലകളിൽ കൊത്തിവെച്ചിട്ടുള്ളതോ എഴുതി വെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സന്ദേശങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ ശിലകൾ, ലോഹത്തകിടുകൾ, ഇത്തരത്തിലുള്ള പ്രതലങ്ങളിലെല്ലാം തന്നെ ആലേപനം ചെയ്യപ്പെട്ടിട്ട് നമുക്ക് കാണാനായിട്ട് പുരാലിഖിതങ്ങൾ സാധിക്കും. ലിഖിത പഠനം, എപ്പിഗ്രാഫി. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം അല്ലെങ്കിൽ എപ്പിഗ്രഫി എന്ന് പറയുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം, ഇവിടെ തന്നിട്ടുള്ള പുരാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി അല്ലെങ്കിൽ ലിഖിത പഠനം. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം കൊല്ലത്ത് നിന്ന്, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം, പാലിയം ശാസനം എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫലകം തന്നിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം, പ്രൊക്ലമേഷൻ ബൈ
ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ മഹാരാജ ഓഫ് ട്രാവൻകൂർ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫലകങ്ങളിൽ നിന്ന് പുരാതന കാലങ്ങളിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫലകങ്ങളിൽ നിന്നും നമുക്ക് ചരിത്ര രേഖകൾ കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചത്. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഫലകം. കോട്ടകളും കൊട്ടാരങ്ങളും രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രാധാന്യ സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കോട്ടകൾ നമുക്ക് നൽകുന്നു. ഉദാഹരണം പറയാനായിട്ട് ബേക്കൽ കോട്ട, കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട ഇവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണ്. അപ്പോൾ ബേക്കൽ കോട്ടയെക്കുറിച്ചുള്ള വിവരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബേക്കൽ കോട്ടയാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുണ്ട്. ഇത്രയധികം സംവിധാനങ്ങൾ ഉള്ളവയാണ് കോട്ടകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതും. അതുപോലെ രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം ഇവയ്ക്കെല്ലാമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കോട്ടകളിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചുമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, പന്തളം കൊട്ടാരം തുടങ്ങിയവയ്ക്ക് ഇതിന് ഉദാഹരണമാണ്. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, പന്തളം കൊട്ടാരം തുടങ്ങിയവയൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങൾ പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇവയെക്കുറിച്ചുള്ള പഠനം നാണയശാസ്ത്രം, ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ അവ അറിയപ്പെടുന്നു. ഇവയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ. നമ്മളിവിടെ പേര് പറഞ്ഞിരുന്നു. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ആദ്യകാല നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ പേര് നൽകിയിട്ടുള്ളത് നോക്കിക്കേ. തിരുവിതാംകൂർ അരരൂപ എന്ന് ഇവിടെ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ ആ ഒരു മുദ്രയും കാണാൻ പറ്റുന്നുണ്ട്. ചിത്ര എന്ന് ആലേപനം ചെയ്തതും അരരൂപ എന്നതും വർഷവും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ വീരരായൻ പണം, അതുപോലെ മറ്റു പണങ്ങൾ, പഴയ കാലഘട്ടത്തിലെ നാണയങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാണയത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു ചരിത്ര സ്രോതസ്സുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നാണയം എന്നത്. അപ്പോൾ നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരാണ് എന്നത് തിരിച്ചറിയാൻ പറ്റും. നാണയത്തിൻ്റെ മൂല്യം അറിയാനായിട്ട് പറ്റും. ഏത് വർഷമാണ് പുറത്തിറക്കിയത്, ഏത് രാജാക്കന്മാരാണ് പുറത്തിറക്കിയത്, നാണയത്തിൻ്റെ മൂല്യം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ചില ചരിത്രപരമായ കാര്യങ്ങളും നാണയത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. വീരരായൻ പണം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം.
പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നിങ്ങനെ 2 തരത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. സ്വർണത്തിൽ നിക്ഷേപിച്ചതുകൊണ്ട് വീരരായൻ പണം പൊൻപണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഈ ഒരു വീരരായൻ പണത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം. ചോദ്യങ്ങൾ വരാവുന്ന മേഖലയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നിങ്ങനെ 2 വിധത്തിൽ വീരരായൻ പണം ഉണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത് സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ട നാണയങ്ങളായിരുന്നു. വീരരായൻ പണം സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ട നാണയങ്ങളായിരുന്നു. പൊൻപണം എന്ന പേരിലും അറിയപ്പെട്ടു. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം എന്നിവയെല്ലാം വീരരായൻ പണത്തിൽ കാണാമായിരുന്നു. ചരിത്ര സ്മാരകങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്രോതസ്സുകളാണ് ഇവ എന്നാണ് പറയുന്നത്. ഒന്നാമത് കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രമാണ് തന്നിട്ടുള്ളത്. തളി ക്ഷേത്രമാണ്. രണ്ടാമത് മിസ്കൽ പള്ളി. ചരിത്ര സ്മാരകങ്ങൾ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കോഴിക്കോട് ജില്ലയിലേതാണ്. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് നയിക്കുന്ന സ്രോതസ്സുകളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഒന്നാമത് തളി ക്ഷേത്രം, 2 മിസ്കാൽ പള്ളി, മിസ്കാൽ പള്ളി, മൂന്നാമത് ദേവമാതാ കത്തീഡ്രൽ, ദേവമാതാ കത്തീഡ്രൽ, 4 കടൽപ്പാലം. കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളാണ് ഇവ. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടദാനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ തളി ക്ഷേത്രത്തിൽ ആ ഒരു ചരിത്രം പറയത്തക്ക വിധത്തിലുള്ള രേഖകളുണ്ട്. രേവതി പട്ടദാനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിലായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിസ്കൽ പള്ളി. കോഴിക്കോട് ജില്ലയിലെ മിസ്കൽ പള്ളി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായ വ്യാപാര ബന്ധത്തിന്റെ തെളിവായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കടൽപ്പാലം. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിൽ ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിൻ്റെ ചരിത്രമാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ തന്നിട്ടുണ്ട്, ജില്ലകൾ എഴുതണം. സിനഗോഗ് ഏത് ജില്ലയിലാണ്? സിനഗോഗ് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ്, എഴുതുന്നില്ല, പറയാം. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിനഗോഗ്. 1568 മലബാറിലെ യഹൂദരാണ് ഈ ഒരു ആരാധനാലയം നിർമ്മിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജൂത പള്ളിയാണ് ഈ ഒരു സിനഗോഗ്. 1568 മലബാറിലെ യഹൂദർ നിർമ്മിച്ച ആരാധനാലയമാണ് 1568. ഓക്കെ, എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം, പുനലൂർ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കല്ലടയാറിൻ്റെ 2 കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ 1877 പണി കഴിപ്പിച്ചതാണ് പുനലൂർ തൂക്കുപാലം. ഓക്കെ, കൊല്ലം ജില്ലയാണ്. ഇനി ചന്ദ്രഗിരിക്കോട്ട. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയുടെ തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ്. ഓക്കെ, 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു കോട്ട ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ചരിത്ര സ്മാരകമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡാണ്. ഇനി വാഗൺ ട്രാജഡി സ്മാരകം, വാഗൺ കൂട്ടക്കൊല സ്മാരകം എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക? തിരൂരിലാണ്. തിരൂർ മലപ്പുറമാണ്.
വാഗൺ കൂട്ടക്കൊലയുടെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂരിലാണ്, തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഹാളാണ് ഇത്. ഹാളിനോട് ചേർന്ന് ഒരു വാഗൺ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം മലപ്പുറമാണ്, മലപ്പുറം ജില്ലയാണ്. നമ്മളോട് ജില്ലകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മലപ്പുറമാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൺ ട്രാജഡി സ്മാരകം ഉള്ളത്. കരിമാടിക്കുട്ടൻ സ്മാരകം, കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരിമാടി ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ ഈ ബുദ്ധപ്രതിമയായിട്ടാണ് ഈ ഒരു കരിമാടിക്കുട്ടൻ സ്മാരകം കണക്കാക്കപ്പെടുന്നത്. പുരാവസ്തു വകുപ്പ് ഇതിനെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴയിലെ അമ്പലപ്പുഴ താലൂക്കിലാണ്. സാഹിത്യ സ്രോതസ്സുകൾ. ലഭ്യമായ ചരിത്ര രചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്. അപ്പോൾ കോകില സന്ദേശത്തിൽ തന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതുകൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. കോകില സന്ദേശത്തിലെ വാക്കുകളാണ്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതുകൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിലെ ഒരു ആശയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിലാണ് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൻ്റെ രചയിതാവ്. ഇതിലാണ് കോഴിക്കോടിനെ കുറിച്ചുള്ള ഈ ഒരു ആശയം പറഞ്ഞിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ കോകില സന്ദേശം രചിച്ചു. അതൊരു സംസ്കൃതത്തിലുള്ള സന്ദേശ കാവ്യമാണ് കോഴിക്കോടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സംഘസാഹിത്യകൃതികൾ. സംഘസാഹിത്യകൃതികൾ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതോഗൈ, നറ്റിനൈ തുടങ്ങിയവ പ്രധാന സംഘസാഹിത്യ കൃതികളാണ്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. ഉദാഹരണം: പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിനൈ തുടങ്ങിയവ. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ ലഭ്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ചരിത്ര സ്രോതസ്സുകളാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഇതെല്ലാം നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ഈ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള വിവരം നമുക്ക് നൽകുന്നു. 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് മണിപ്രവാള കൃതികൾ രചിക്കപ്പെട്ടത്. ഇതിൽ നിന്ന് ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള വിവരം ലഭിക്കുന്നു. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൃതികളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ തന്നത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഒരു സഞ്ചാരക്കുറിപ്പാണ് അടുത്തത്. അപ്പോൾ ഒരു സഞ്ചാരക്കുറിപ്പ് ആരുടേതാണ്? പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിൻ്റെ സഞ്ചാരക്കുറിപ്പാണ്. വായിക്കാം. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തിവരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ1 ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ
കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാവുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. പെർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഭാഗം വായിച്ചു. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്ന പെർഷ്യൻ സഞ്ചാരിയായ ഇദ്ദേഹം അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് പറയുന്ന വിവരണമാണ് നമ്മൾ വായിച്ചത്. അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പെർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് പറയുന്ന ഒരു യാത്രാ വിവരണമാണ് നമ്മളിവിടെ കണ്ടത്. പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഇത്തരത്തിലുള്ള സഞ്ചാരക്കുറിപ്പുകൾ പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാനായി നമ്മളെ സഹായിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ഇവിടെ നമുക്ക് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില സഞ്ചാരികളെ, വിദേശ സഞ്ചാരികളെയും അവരുടെ രാജ്യവും മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കാം. ഒന്നാമത് സഞ്ചാരി മെഗസ്തനീസ്, രാജ്യം ഗ്രീസാണ്. സുലൈമാൻ, അബ്ദുൾ റസാഖ് എന്നിവർ പെർഷ്യയാണ്. പെർഷ്യ, അബ്ദുൾ റസാഖ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടതേ ഉള്ളൂ. സുലൈമാൻ, അബ്ദുൾ റസാഖ് എന്നിവർ പെർഷ്യ. മാർക്കോ പോളോ വെനീസ്, മാർക്കോ പോളോയുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. മാർക്കോ പോളോ വെനീസിൽ നിന്നുള്ള സഞ്ചാരിയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ, ഇബ്നു ബത്തൂത്തയാണ് രണ്ടാമത് ഇവിടെ ചിത്രീകരിച്ച് തന്നിട്ടുള്ളത്. ഇബ്നു ബത്തൂത്ത മൊറോക്കോയിൽ നിന്നുള്ള സഞ്ചാരിയാണ്. നിക്കോളോ കോണ്ടി വെനീസ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ. ഓക്കെ. മെഗസ്തനീസ് ഗ്രീസ്. സുലൈമാൻ അബ്ദുൾ റസാഖ് പെർഷ്യ. മാർക്കോ പോളോ വെനീസ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി വെനീസ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ. ആത്മകഥകളും ജീവചരിത്രങ്ങളും. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആത്മകഥ തകഴിയുടെ ആത്മകഥയാണ്. ഞാൻ ആദ്യമായി ഒരു ഒപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച് ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റി എടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. തകഴിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗമാണ്, ഒരു കവർ പേജാണ് തന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളുമൊക്കെ അത് എഴുതിയ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ നമുക്കത് ക്ലിയർ ആയല്ലോ. അവരുടെ വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ ആ ഒരു ജീവിതചര്യ അന്നേരം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. അടുത്തത് വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ ക്രമേണ ചരിത്രമറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കാറുണ്ട്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വർത്തമാന പത്രങ്ങൾ നമ്മുടെ ചരിത്ര പഠനത്തിന് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. പ്രാദേശിക ചരിത്ര രചനയിലേക്ക്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. നമ്മൾ നേരത്തെ ഒരു കമ്പാരിസൺ ആയിട്ട് ചരിത്രം, പ്രാദേശിക ചരിത്രം പഠിച്ചതാണ്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാര ചരിത്ര രചനയ്ക്കാണ് സഹായമാകുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മളെ സഹായിക്കുന്ന സ്രോതസ്സുകളാണ് പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ,
സ്ഥലനാമ ചരിത്രങ്ങൾ, കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ തുടങ്ങിയവ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ തുടങ്ങിയവ ഇവയെല്ലാം തന്നെ പ്രാദേശിക ചരിത്രരചന സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി പ്രാദേശിക നിരീക്ഷണം നോക്കുകയാണെങ്കിൽ പ്രാദേശിക ചരിത്രരചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ്. എന്താണ് പ്രാദേശിക ചരിത്രരചന എന്ന് പറയുന്നത്? പ്രാദേശിക ചരിത്രരചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ സംഭവത്തിൻ്റെയോ സൂക്ഷ്മമായിട്ടുള്ള പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മ വശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ നിരീക്ഷണമാണ് പ്രാദേശിക ചരിത്രം എന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷതകൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വൈവിധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്കാവശ്യമായ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം ഇവയെല്ലാം തന്നെ നമ്മുടെ നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്താവുന്ന സ്രോതസ്സുകളാണ്. പ്രാദേശിക ചരിത്രരചന സ്രോതസ്സുകളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ നമ്മൾ പ്രാദേശിക നിരീക്ഷണം പറഞ്ഞു. ഇനി ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴിയാണ് പറയുന്നത്. ഓർമ്മകൾ നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. അപ്പോൾ പ്രായമായവരുടെ, നമ്മളെ നാട്ടിലുള്ള പ്രായമായ ജനങ്ങളുടെ നേരനുഭവമുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരങ്ങൾ അനിവാര്യമാണ്. ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. വാമൊഴിയായി ലഭിക്കുന്നതാണ് നേരനുഭവങ്ങളായിരിക്കണം, അതുപോലെ തന്നെ വിശ്വാസ്യയോഗ്യതയുള്ളതുമായിരിക്കണം. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. ഇനി സ്ഥലനാമ ചരിത്രം. നമ്മുടെ സ്ഥലം, നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ മറ്റ് ഏതൊരു സ്ഥലത്തിൻ്റെയോ പേര് എങ്ങനെ ലഭിച്ചു എന്നത്. ഉദാഹരണത്തിന് കോഴിക്കോടിന് ആ ഒരു പേര് എങ്ങനെ കിട്ടി? കോയിൽ എന്നാൽ കൊട്ടാരമെന്നും കോട്ട എന്നും അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ചേർന്ന് കോയിൽ കോട്ട എന്നായിരുന്നു കോഴിക്കോടിൻ്റെ പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പേരുകൾ എപ്രകാരമാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമായി ഉണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. കുടുംബചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്രരചനയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമയാണ്. കുടുംബചരിത്രവും പ്രധാനപ്പെട്ട ഒരു
സാഹിത്യരചനയ്ക്കായുള്ള സാഹിത്യ സ്രോതസ്സാണ്. ചരിത്ര രചനയ്ക്കായിട്ടുള്ള സാഹിത്യ സ്രോതസ്സാണ് കുടുംബത്തിൻ്റെ ചരിത്രം. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും നേരത്തെ വാമൊഴിയിൽ പറഞ്ഞതുപോലെ തന്നെ വസ്തുനിഷ്ഠമാണെന്ന് ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് ചരിത്രാന്വേഷകന്റെ കടമയായിട്ടാണ് പറയുന്നത്. എന്നാലേ ചരിത്രം കൃത്യമായ രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഔദ്യോഗിക രേഖകൾ. അപ്പോൾ ഇവിടെ ഔദ്യോഗിക രേഖയായിട്ട് ഉപ്പു നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, നോക്കാം. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പു നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപ്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽവെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വതന്ത്ര സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. ഓക്കെ, തമിഴ്നാട് പുരാരേഖാ സമുച്ചയം ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ആശയം അല്ലെങ്കിൽ ഒരു അറിവാണ് നമുക്ക് നൽകിയത് ഉപ്പു നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ വഴിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ചരിത്ര അറിവുകൾ ലഭിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ? സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ, ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകളായി കണക്കാക്കുന്നു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിൽ നിന്നുള്ള രേഖകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഔദ്യോഗിക രേഖകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി പണയരേഖകൾ, ആധാരങ്ങൾ എന്നിവ. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ. ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെക്കുറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും. ഇവയിൽ നിന്നെല്ലാം തന്നെ ഒരു നാടിനെക്കുറിച്ചും ആ പ്രദേശത്ത് നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചരിത്രരേഖ നമുക്ക് ലഭ്യമാകും. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പൂരൻ, ചോഴൻ, പഴവരി, കുറക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളീറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാം മറ്റും പലവിധമുടൻ നെല്ലു കല്യാണ കീർത്തെ. ഉണ്ണുനീലി സന്ദേശത്തിലെ ഭാഗമാണ്. നെൽവിത്തനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഈ ഒരു വരികളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പുരാതന രേഖകളും ചരിത്ര സ്മാരകങ്ങളും എല്ലാം തന്നെ നമുക്ക് ചരിത്ര അവലോകനം അല്ലെങ്കിൽ ചരിത്ര അവബോധം തരുന്നവയാണ് നമുക്ക് മനസ്സിലായി. ഇവയ്ക്ക് പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം തന്നെ സ്രോതസ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്.
പ്രദേശത്തിൻ്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു നാരോവർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെ പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന പോയിന്റ്സ് ആണ്. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂപ്രകൃതി. പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, കുന്ന്, നദി, തണ്ണീർത്തടം തുടങ്ങിയവയൊക്കെ ചരിത്ര രചനയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ചരിത്ര സ്മാരകങ്ങൾ. ആ പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, മെഗാലിത്സ്, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം തന്നെ ആ ഒരു രേഖയിൽ പരാമർശിച്ചിരിക്കണം. ഉപജീവനം. പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ടായിരിക്കണം. അതിജീവന മാതൃകകൾ. പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. സാംസ്കാരിക സ്ഥാപനങ്ങൾ. പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനാശാലകൾ തുടങ്ങിയവ വിവരിക്കണം. ഭൂബന്ധങ്ങൾ. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതി വിവരക്കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സഹായകമായിരിക്കും. ദേശീയ ബോധം. പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക രചനയിൽ രേഖപ്പെടുത്തണം. ഗ്രന്ഥസൂചി. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി. ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് ഇത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. കുറച്ചും കൂടി ശരിയായ വസ്തുതകളാണ് നമുക്ക് ലഭ്യമായത് എന്ന് ഉറപ്പാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബിബ്ലിയോഗ്രഫി, ഗ്രന്ഥസൂചി നമ്മെ സഹായിക്കുന്നതായിരിക്കും. പ്രാദേശിക ചരിത്ര രചന ഘടനയാണ് പറയുന്നത്. ആദ്യം തലക്കെട്ടുണ്ടായിരിക്കണം, പിന്നീട് ഉള്ളടക്കം അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കണം, അതിനുശേഷം സാക്ഷ്യപത്രം ഉണ്ടാവണം, നന്ദി പ്രസ്താവന ഉണ്ടാവണം, തുടർന്ന് ആമുഖം നൽകണം, അതിനുശേഷം അധ്യായങ്ങൾ, അവിടെ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് വിശദമായിട്ട് പറയണം, ഉപസംഹാരം നൽകണം, പരാമർശങ്ങൾ, അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ പരാമർശത്തിൽ ഉൾപ്പെടുത്തണം. നമ്മളിവിടെ പറഞ്ഞല്ലോ ചരിത്ര സ്മാരകമായി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഉപജീവനം, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കണം. ആ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും നമ്മൾ ശേഖരിച്ച് രേഖപ്പെടുത്തുകയും ആ സമയത്ത് നമ്മൾ ശേഖരിക്കാൻ വേണ്ടി സമീപിച്ചവരുടെ പേര്, വിവരം, സന്ദർശിച്ച സ്ഥലങ്ങൾ, അവയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ഇവയുടെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ഈ ഒരു പരാമർശം എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അനുബന്ധങ്ങളാണ് അടുത്തത്. അനുബന്ധങ്ങളിൽ ഫോട്ടോകൾ, പാട്ടുകൾ, ചോദ്യാവലി ഇവയെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ഏറ്റവും ഒടുവിലായാണ് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ ഗ്രന്ഥസൂചി രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രാദേശിക ചരിത്ര രചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മെ സഹായിക്കുന്നവയാണ്. അപ്പോൾ അത്രയധികം ചരിത്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പ്രാദേശിക ചരിത്ര രചന. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രേഖപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവയൊക്കെ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. പ്രാദേശിക ചരിത്ര രചന കുറച്ചധികം സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, സംഭവിക്കുന്ന ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്താനും വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കാനും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷനായിട്ട് നമുക്ക് വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും ഈ ഒരു പ്രാദേശിക ചരിത്ര രചനയിലൂടെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ.
ലളിതമായ പാഠഭാഗമാണ്, എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം നിർവചനങ്ങളും മറ്റ് വിശദാംശങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ഭാഗമൊക്കെ തന്നിട്ട് ഏത് പാഠഭാഗത്തിൽ നിന്ന് ഏത് രചയിതാവിൻ്റെ വരികളാണ് എന്നെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സഞ്ചാരി, ദേശം, രാജ്യം ഇവയെല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.